KVS മാരീജന്മാർ ഇനിയും പുനരവതരിക്കും. ഇപ്പോൾ നേരത്തെ നമ്മുടെ ഗോകുമാർ സാർ പറഞ്ഞതുപോലെ ഇപ്പോൾ നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ പൂട്ടാൻ അല്ലെങ്കിൽ ഇത്തരം ദേശവിരുദ്ധ ശക്തികളെ തുറന്നു കാട്ടാനുള്ള നിയമപരമായിട്ടുള്ള ഇടപെടൽ അത് എത്രത്തോളം ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്? കാരണം നിരന്തരം ഇത്തരം ദേശവിരുദ്ധ പരാമർശങ്ങൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാവുന്നു. മാത്രമല്ല കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ രേഖകളും ഉണ്ട്. സോറോസിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒക്കെ ഇടപെടലുകൾ എങ്ങനെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയായിട്ട് മാറുന്ന ഈ ശക്തികൾ അതിന് എന്തൊക്കെ ആയുധങ്ങൾ അവരെടുത്ത് പ്രയോഗിക്കുന്നു തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള വളരെ ശക്തമായ ഇടപെടൽ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട സമയം അതിക്രമിച്ചില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ കോൺഗ്രസിൻ്റെ വക്താവ് ചോദിച്ച അങ്ങനെയാണ്, ഈ സോറോസിനെതിരെ എന്തെങ്കിലും ഒരു കേസ് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഭാരതം അതേതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ഒരു കൺസേൺ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത്തരം തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇട നൽകാതെ ഏത് രീതിയിൽ നിയമപരമായിട്ടുള്ള ഇടപെടലുകൾ മുന്നോട്ട് കൊണ്ടുപോകണം? അതിന് പേരെ ഒരു കാര്യം നമ്മൾ മറന്നുകൂടാ. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയവും നിലപാടും നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നത് തന്നെയാണ്. ഒരു കാര്യത്തിലും അനാവശ്യമായ ഇടപെടലുകൾ മന്ത്രിമാർ മുതൽ നടത്തിക്കൂടാ എന്നത് അദ്ദേഹത്തിൻ്റെ കർശനമായ നിർദ്ദേശവുമാണ്. പക്ഷെ നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സുഹൃത്ത് ഈ ഹിൻഡൻബർഗിനെയും സോറോസിനെയൊക്കെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുന്നത് കണ്ടു. നമ്മൾ മറന്നുകൂടാത്തത് ഈ ഫോറം ഫോർ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഇൻ ഏഷ്യ പസഫിക് എന്നൊരു പ്രസ്ഥാനമുണ്ട്. അവരുടെ പ്രഖ്യാപിത നിലപാട് തന്നെ കാശ്മീരിനെ സ്വതന്ത്രമായിട്ട് പ്രഖ്യാപിക്കണമെന്ന അനവധി വിദേശ ലോക കാര്യങ്ങളിൽ അവർ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ കാശ്മീർ പ്രശ്നത്തിൽ അവരെടുത്ത നിലപാട് കാശ്മീരെ ഇന്ത്യയിൽ നിന്ന് വിഭജിക്കണം, കാശ്മീരിനെ സ്വതന്ത്രമായിട്ട് നിലനിർത്തണം. ആ പ്രസ്ഥാനത്തിൻ്റെ ചെയർപേഴ്സണാണ് സോണിയാഗാന്ധി. ഈ സംഘടനയ്ക്ക് സോറോസിൻ്റെ ഫണ്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് സോറോസിൻ്റെ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളിൽ നിന്ന് പണം കിട്ടിയിട്ടില്ലേ? ഇനി ഇതൊന്നും വേണ്ട. രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ ഭാരത് ജോഡോ യാത്രയുണ്ടല്ലോ, അതിൽ സലിൽ ഷെട്ടി എന്ന് പറയുന്ന OSFൻ്റെ സോറോസിൻ്റെ സംഘടനയായ OSFൻ്റെ വൈസ് പ്രസിഡന്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സോറോസും കോൺഗ്രസുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു നടക്കാൻ എളുപ്പമാണ്. പക്ഷേ പൊതുമണ്ഡലത്തിൽ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ്, ഇവരുടെ അടുപ്പം, ഇവർ ഒന്നിച്ച് നടത്തുന്ന വിക്രിയകൾ ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് തുറന്ന് കാട്ടപ്പെടുക തന്നെ വേണം. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടുക തന്നെ വേണം. അതിനുള്ള ശ്രമം BJPയും കേന്ദ്ര സർക്കാരും നടത്തുന്നുണ്ട് എന്നുള്ള വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. നമ്മളിന്ന് പൊതുമണ്ഡലത്തിൽ അത് കാണുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഹിൻഡൻബർഗ് ഇപ്പോൾ വിട്ടുപോയത്? നേരത്തെ പലരും സൂചിപ്പിച്ചു, ട്രംപ് വരുന്നത് കൊണ്ടാണ്. ഈ ബൈഡൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഓരോ ദിവസവും ഓരോ ഇഷ്യൂവിലും ഇന്ത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ബംഗ്ലാദേശ്. ബംഗ്ലാദേശിലേക്ക് ഒരാൾ പറന്നു വന്ന് അവിടുത്തെ ഭരണം ഏറ്റെടുത്ത് നമുക്കറിയാമല്ലോ. അയാൾ ഈ ബൈഡൻ്റെയും സോറോസിൻ്റെയും ഒക്കെ കൂട്ടത്തിൽ നടന്നിരുന്ന ഒരാളാണ്. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിനെ അകറ്റി ഈ ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാക്കാൻ ഒത്താശ ചെയ്ത നേതാവാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ മാർഗമുണ്ടെങ്കിൽ അതിനൊക്കെ കൂട്ടരാണ് സോറോസ്, അതിനൊക്കെ നിന്നിട്ടുള്ള സംഘമാണ് ഹിൻഡൻബർഗിൻ്റെ കാര്യം കൂടി വേറൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാതെ വയ്യ.
ഇന്ത്യയുടെ പാർലമെൻറ്റ് സെഷൻ തുടങ്ങുന്നതിന് തൊട്ട് തലേന്ന് ഇവരെന്തെങ്കിലും വ്യാജ കഥകളുമായിട്ട് വരും. അത് ഏറ്റുപിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ പാർലമെൻറ്റിൽ ബഹളം വെച്ചിരുന്നത്. കഴിഞ്ഞൊരു 3-4 പാർലമെൻറ്റ് സമ്മേളനങ്ങളുടെ ചരിത്രം നോക്കൂ. ഓരോ സമയത്തും അതിൽ ഈ ഹിൻഡൻബർഗ് കൊണ്ടുവന്ന തട്ടിപ്പ് കഥകളുടെ മുഴുവൻ ചരിത്രം ഇപ്പോൾ ശ്രീ രാജശേഖരൻ സൂചിപ്പിച്ചു. സുപ്രീം കോടതിയിൽ പോയതും സുപ്രീം കോടതി എടുത്ത നിലപാടുകളും സെബി എടുത്ത നിലപാടുകളും അവർ നടത്തിയ അന്വേഷണങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയെ തളർത്തുക, ഇന്ത്യയുടെ എക്കണോമിയെ തകർക്കുക. ഇന്ത്യയെ മാത്രമല്ല, ലോകത്ത് ശക്തി ആർജിക്കുന്ന സമ്പദ്ഘടനകളെ മുഴുവൻ തകർക്കാനുള്ള ഒരു ആസൂത്രിത പദ്ധതി ഉണ്ടായിരുന്നു. ട്രംപ് ഇതിൻ്റെ ദുരന്തം അനുഭവിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് ട്രംപിന് അതിന് അമേരിക്കയിൽ അനുഭവിച്ചതാണ്. ഈ ബൈഡനും സോറോസും കൂട്ടരും കൂടി നടത്തിയ ആ കടന്നാക്രമണങ്ങൾക്ക് ട്രംപ് ഇരയായതാണ്. അതുകൊണ്ട് ട്രംപ് ഭരണം വരുന്നതിന് മുമ്പ് ഇവർ ഷാപ്പും പൂട്ടി ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഇതിൻ്റെ ചരിത്രം അത് തന്നെയാണ്, യാഥാർത്ഥ്യം അത് തന്നെയാണ്. ട്രംപ് വന്നാൽ അവരുടെ ആ ഭരണകൂടം ആദ്യം പിടികൂടാൻ പോകുന്നവരുടെ ലിസ്റ്റിൽ ഹിൻഡൻബർഗ് ഉണ്ടാവും, സോറോസും ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ കോൺഗ്രസ്സുകാരുടെ ജനാധിപത്യബോധവും രാജ്യ താല്പര്യവും ഒക്കെ ഇവരല്ലേ ചൈനയുമായിട്ട് MOU ഒപ്പിട്ടത്? ഇവരല്ലേ ഈ രാജ്യത്ത് അതിർത്തിയിൽ ചൈനീസ് പട്ടാളം തോക്കേന്തിക്കൊണ്ട് ഇന്ത്യൻ പട്ടാളക്കാരെ നേരിടാൻ വന്ന സമയത്ത് ഡോക്ലാം ഇഷ്യൂ ആണ് ഞാൻ സൂചിപ്പിക്കുന്നത്. രാത്രി തലയിൽ മുണ്ടിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി എന്തിനാ ചൈനീസ് എംബസി പോയത്? ഇന്ത്യയുടെ ശത്രുരാജ്യത്തിൻ്റെ എംബസിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ പ്രമുഖനായ നേതാവ് പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊക്കെ രാജ്യം ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസ്സുകാരുടെ രാജ്യസ്നേഹത്തെ പോലും, കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള കുടുംബത്തിൻ്റെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയെപ്പോലും സംശയിപ്പിക്കുന്ന വിധത്തിലുള്ള നടപടികൾ അവരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് പലവട്ടം രാജ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. നാളുകളിലും അത് ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ വിചാരിക്കുന്നത്.